ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിനണിംസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള സിനണിംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചെറിയ കോഡ്സും കണക്ഷൻസ് ഒക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ആക്കാം. എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വേർഡ് നോക്കിയേ, സർജ്. സർജ് എന്ന് പറഞ്ഞാൽ എന്താ? സഡൻ ഇൻക്രീസ് ആണ്. പെട്ടെന്നുള്ള ഒരു ഉയർച്ചേനെയാണ് എന്ത് പറയാ? സർജ് എന്ന് പറയാ. ഈ റൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, സർജ് ചാർജ് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? സർചാർജ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ചെയ്യുക അല്ലെ? അപ്പോ അതുമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്ക. സർജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സഡൻ ഇൻക്രീസ് അല്ലെങ്കിൽ റൈസ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പൊ എന്റെ കൂടെ തന്നെ പഠിച്ചു കേട്ടോ. അടുത്ത് നോക്കാം, എംബാർക്ക്. എംബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യേറ്റ് ചെയ്യുക, തുടക്കം കുറിക്കുക, ഇനീഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ബിഗിൻ ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എംബാർക്ക്. അപ്പോ എംബാർക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തുള്ള ബാർക്ക് വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കുരയ്ക്കുക അല്ലെ? ഏതെങ്കിലും ഒരു പട്ടി കുര തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പട്ടികളൊക്കെ അത് കേട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കും എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ ബാർക്ക് തുടങ്ങി കഴിയുമ്പോൾ, ഇനീഷ്യേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നുള്ള രീതിയിൽ ഓർക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു പട്ടി സ്റ്റാർട്ട് ചെയ്യും, ഇനീഷ്യേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ ഓർക്കാം. എംബാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യേറ്റ് ചെയ്യുക. ഓക്കെ, ഇനീഷ്യേറ്റ് ചെയ്യുക, തുടക്കം കുറിക്കുക അല്ലെങ്കിൽ ബിഗിൻ ചെയ്യുക എന്നൊക്കെ ഒരു മീനിങ് ആണ് എംബാർക്ക്. അടുത്ത് നോക്കാം, എക്രൂ. എക്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാദർ അല്ലെങ്കിൽ കളക്ട് ചെയ്യുക. എക്രൂ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക, കളക്ട് ചെയ്ത് വെക്കുക, ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ് എക്രൂ. ഞാൻ ഓർത്തേക്കണ എക്രൂ എന്നൊക്കെ പറയുമ്പോൾ അത്ര നല്ല കണക്ഷൻ ഒന്നും അല്ല, എന്നാലും സ്ക്രൂ അല്ലെ? എക്രൂ, സ്ക്രൂ എന്നുള്ള രീതിയിലാണ് ഞാൻ ഓർത്തേക്കണേ. സ്ക്രൂ ഒക്കെ നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് എടുത്ത് വെക്കും എന്നുള്ള രീതിയിൽ ഓർത്ത് വെച്ചേക്കാണ്. എക്രൂ ഇറ്റ് മീൻസ് ഓർ ഇറ്റ് മീൻസ് ഗ്യാദർ അല്ലെങ്കിൽ കളക്ട് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഈ മൂന്ന് വേർഡ്സുകൾ നമുക്ക് ഒന്നും കൂടെ നോക്കാം. സർജ് എന്ന് പറഞ്ഞാൽ എന്താ? സർജ് എന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട് പറഞ്ഞ സഡൻ ഇൻക്രീസ് അല്ലെ? എംബാർക്ക്, ബാർക്ക് ചെയ്യുന്നത് തുടങ്ങും, അപ്പൊ ഇനീഷ്യേറ്റ്. എക്രൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഗ്യാദർ അല്ലെങ്കിൽ കളക്ട് ആണ്. അടുത്ത് നോക്കാം, സെസ്റ്റ്. ഇത് നമ്മുടെ PSCയുടെ PYQ ആണ് കേട്ടോ, സെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സെസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഗെസ്റ്റോ. ഓക്കെ, ഗെസ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ? എന്തൂസിയാസം. സെസ്റ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ഗസ്റ്റ്, ഗസ്റ്റ് എന്ന് ഓർക്കാം കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ വരുന്ന ഗസ്റ്റ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യാം. സെസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഗസ്റ്റ്. ഓക്കെ, സെസ്റ്റ്, ഗസ്റ്റ്. ഇനി ഗസ്റ്റോന്റെ മീനിങ് അറിയണ്ടേ? ഗസ്റ്റോ എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓർക്കാം, ഈ ഗസ്റ്റ് ഒക്കെ നമ്മുടെ വീട്ടിൽ വരുന്ന സമയത്ത് നല്ല നമുക്ക് ഇഷ്ടപ്പെട്ട ഗസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വളരെ എന്തൂസിയാസം ഒക്കെ വരും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ സെസ്റ്റ് എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ പറയുന്ന ഗസ്റ്റ്, ഗസ്റ്റോ, എന്തൂസിയാസം ആയിട്ടൊന്ന് ലിങ്ക് ചെയ്യാം കേട്ടോ. അടുത്ത് നോക്കാം, വെഞ്ചർ. വെഞ്ചറിന്റെ മീനിങ് ഇറ്റ് ഇസ് പ്രോഗ്രസ്. ഓക്കെ, വെഞ്ചറിന്റെ സിനോണിം ഇറ്റ് ഇസ് എന്താണ്? പ്രോഗ്രസ് ചെയ്യുക, പ്രോഗ്രസ് ചെയ്ത് വരിക, ഇംപ്രൂവ് ചെയ്യുക, പ്രോഗ്രസ് ചെയ്യുക. നമ്മളെല്ലാവരും ഒരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രോഗ്രസ് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മുടെ ആഗ്രഹം അല്ലെ? അപ്പൊ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. വെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഗ്രസ്, പ്രോഗ്രസ് ചെയ്യുക. വെഞ്ചർ എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് ചെയ്യുക. അടുത്ത് നോക്കാം, എസ്ച്യൂ. എസ്ച്യൂ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അവോയ്ഡ് ചെയ്യുക, വേണ്ടാന്ന് വെക്കുക, അവോയ്ഡ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ് എസ്ച്യൂ. ഓക്കെ, എസ്ച്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവോയ്ഡ് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക കേട്ടോ. അപ്പോ എസ്ച്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ച്യൂ കൊടുക്കാം. ചില ആൾക്കാർ ഇങ്ങനെ ബബിൾക്കും ഒക്കെ ഇങ്ങനെ ച്യൂ ചെയ്ത് നടക്കും അല്ലെ? കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടായിട്ട് തോന്നും എന്നുള്ള രീതിയിൽ. അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ച്യൂ ചെയ്യുന്നത് ഒന്ന് അവോയ്ഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക. നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടാൻ വേണ്ടി പറയുന്ന കണക്ഷൻസ് മാത്രമാണ്, എല്ലാവരും അങ്ങനെ കാണുക. അപ്പൊ എസ്ച്യൂ ഇറ്റ് മീൻസ് ഓർ ഇറ്റ് മീൻസ് അവോയ്ഡ്, അവോയ്ഡ് ചെയ്യുക. ഇത് എക്വിറ്റി. എക്വിറ്റി ഇറ്റ് മീൻസ് ഷാർപ്നെസ്, നല്ല ഷാർപ്പായിട്ടുള്ള, വളരെ ബോൾഡ് ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ്. എക്വിറ്റി ഷാർപ്നെസ് ആണ്. ഇതിന് മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട് എക്യൂട്ട് എന്ന് പറഞ്ഞിട്ട്. എന്താ എക്യൂട്ട് എന്ന് പറഞ്ഞാല്? ഇതേപോലെ തന്നെ ഷാർപ്പ് ആണ് കേട്ടോ. നമ്മുടെ എക്യൂട്ട് ആംഗിൾ ആയിട്ടൊക്കെ ഒന്ന് വേണമെങ്കിൽ ഓർക്കാം അല്ലെ? 90 ഡിഗ്രിക്ക് താഴെയുള്ള ആംഗിളിനെയാണ് നമ്മൾ എക്യൂട്ട് എന്ന് പറയാം. അപ്പൊ കുറച്ച് ഷാർപ്പ് ആണെന്നുള്ള രീതിയിലൊക്കെ ഓർത്ത് വെക്കാം. എക്വിറ്റി ഇറ്റ് മീൻസ് ഓർ ഇറ്റ് മീൻസ് ഷാർപ്നെസ്. എക്വിറ്റി ഇറ്റ് മീൻസ് ഷാർപ്നെസ്. അടുത്ത് നോക്കാം, ടെനാസിറ്റി. ടെനാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ടെനാസിറ്റി ഇറ്റ് മീൻസ് പെർസിവിയറൻസ് അല്ലെങ്കിൽ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള. ഓക്കെ, വളരെ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, വളരെ ദൃഢനിശ്ചയമുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് ടെനാസിറ്റി. അപ്പോ നമുക്ക് ഓർക്കാം, ഈ സിറ്റിയിൽ ഉണ്ടല്ലോ, സിറ്റിയിൽ 10, ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷിൽ 10 ഔട്ട് ഓഫ് 10 കിട്ടാൻ നല്ലൊരു ദൃഢനിശ്ചയം വേണം അല്ലെ? നല്ലൊരു ദൃഢനിശ്ചയം വേണം, ഡിറ്റർമിൻഡ് ആയിരിക്കണം, പെർസിവിയറൻസ് എന്നുള്ള രീതിയിൽ ഓർക്കാം. അപ്പൊ സിറ്റിയിൽ 10 കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഡിറ്റർമിൻഡ് ആയിട്ടൊക്കെ പഠിക്കണം എന്നൊക്കെ കണക്ട് ചെയ്യാം. ടെനാസിറ്റി ഇറ്റ് മീൻസ് ഓർ ഇറ്റ് മീൻസ് ഡിറ്റർമിൻഡ് അല്ലെങ്കിൽ പെർസിവിയറൻസ്. ഓക്കെ, നമ്മൾ എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ 4 ഓപ്ഷൻസ് കാണുമ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും കേട്ടോ. അപ്പൊ ഈ കോഡ്സ് ഒക്കെ എങ്ങനെ ഓർത്ത് വെക്കണം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട.
നമ്മൾ ജസ്റ്റ് ഒന്ന് കേട്ട് പോവാ. എക്സാമിന് ഇരിക്കുമ്പോൾ ഓപ്ഷനിൽ നിന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നോളൂ. അടുത്ത് നോക്കാം ഇന്റർപ്രറ്റ്. ഇന്റർപ്രറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലെയിൻ ചെയ്യുക. അതെല്ലാവർക്കും അറിയാലോ അല്ലെ? ഇന്റർപ്രറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അപ്പൊ ഇന്റർപ്രറ്റ് ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് എക്സ്പ്ലെയിൻ. നെക്സ്റ്റ് ഇസ് ഡിഫിഡന്റ്. ഡിഫിഡന്റ് എന്ന് പറഞ്ഞാൽ ഷൈ ആണ്, നാണമുള്ള, ഷൈ ആയിട്ടുള്ള എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ ഡിഫിഡന്റ്. അപ്പൊ നമ്മൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാവരും കളിയാക്കുമ്പോൾ നമുക്കൊരു നാണം വരും, ഷൈ ആവും എന്നൊക്കെ ഓർത്ത് വെക്കും. ഡിഫിഡന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിഫറെന്റ് ആയി കഴിയുമ്പോൾ കുറച്ച് ഷൈ ആവും എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. ഡിഫിഡന്റ് ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് ഷൈ. അപ്പൊ നമുക്ക് ഈ 10 സിനോണിംസ് ഒന്നും കൂടെ നോക്കാം അല്ലെ? സർജ് എന്ന് പറഞ്ഞാൽ എന്താ? സഡൻ ഇൻക്രീസ്. ഓക്കെ, എല്ലാവരും ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരിക. എംബാർക്ക് എന്ന് പറഞ്ഞാൽ ഇനീഷ്യേറ്റ് ചെയ്യുക അല്ലെ? ബാർക്ക് ചെയ്യുന്നത് ഒരു ഡോഗ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഓർത്ത് വെക്കാം. എക്രൂ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്യാദർ ചെയ്യുക അല്ലെങ്കിൽ കളക്ട് ചെയ്യുക. നമ്മുടെ സ്ക്രൂ ഒക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സെസ്റ്റ് എന്ന് പറയുമ്പോൾ ഗസ്റ്റ് പോലെ അല്ലെ? അപ്പൊ ഗസ്റ്റോ എന്തൂസിയാസം, ഗസ്റ്റ് വരുന്നതൊക്കെ വളരെ എന്തൂസിയാസം ഉള്ള ഒരു കാര്യമാണെന്ന് ഓർക്കാം. വെഞ്ചർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് പ്രോഗ്രസ് ചെയ്യണം എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും മൈൻഡിൽ ഉണ്ടാവുന്നത്. വെഞ്ചർ ഇറ്റ് മീൻസ് പ്രോഗ്രസ്. എസ്ച്യൂ എന്ന് പറയുമ്പോൾ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചൂ ചെയ്ത് നടക്കുന്ന പരിപാടി അവോയ്ഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഓർക്കാം. എക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷാർപ്നെസ് ആണ്. എക്യൂട്ട് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ, ഷാർപ്നെസ്. ടെനാസിറ്റി, സിറ്റിയിൽ 10 വാങ്ങാന്ന് പറഞ്ഞാൽ വളരെ ഡിറ്റർമിൻഡ് ആയിരിക്കണം അല്ലെ? എല്ലാവരും അതേപോലൊക്കെ പഠിക്കണം കേട്ടോ. ഡിറ്റർമിൻഡ് അല്ലെങ്കിൽ പെർസിവിയറൻസ് എന്നുള്ളതാണ്. ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെ? ഇന്റർപ്രറ്റ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുക. ഡിഫിഡന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഷൈ ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. അടുത്ത് നോക്കാം, സീംലെസ് ആണ്. സീംലെസ് എന്ന് പറഞ്ഞാൽ ഫ്ലോലെസ് ആണ് കേട്ടോ. സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് എന്നുള്ള ഒരു മീനിങ് ആണ് സീംലെസ്. സീംലെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലോലെസ്, അതായത് നല്ല സ്മൂത്ത് ആയിട്ട്, നല്ല കണ്ടിന്യൂസ് ആയിട്ട് എന്നുള്ള ഒരു മീനിങ് ആണ് സീംലെസ്. ഒന്ന് പഠിച്ചേക്കുക. സീംലെസ് ഇറ്റ് മീൻസ് കണ്ടിന്യൂസ് അല്ലെങ്കിൽ സ്മൂത്ത് ആണ്. ഓക്കെ, അടുത്ത് നോക്കാം, അഡ്വെന്റ്. അഡ്വെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അറൈവൽ ആണ്, വന്നു ചേരുക, എത്തിച്ചേരുക എന്നുള്ളൊരു മീനിങ് ആണ് അഡ്വെന്റ് കേട്ടോ. അഡ്വെന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് അറൈവൽ. അഡ്വെന്റ് എന്ന് പറഞ്ഞാൽ അറൈവൽ. നമുക്ക് ചെറിയൊരു കണക്ഷൻ കൊടുക്കാം അല്ലെ? അതായത് ഈ അഡ്വെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അഡ്വെഞ്ചർ പോലെയൊക്കെ ഇല്ലേ? ഒരു UREയും കൂടി വന്നു കഴിഞ്ഞാൽ അഡ്വെഞ്ചർ പോലെയല്ലേ? അപ്പോ നമ്മൾ എവിടെയെങ്കിലൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ അറൈവ് ചെയ്ത് കഴിയുമ്പോൾ, എത്തിക്കഴിയുമ്പോൾ നല്ല രസമായിരിക്കും, നല്ല അഡ്വെഞ്ചറസ് ആയിരിക്കും എന്നൊക്കെ ഓർത്തു വെക്കാം. അപ്പൊ അഡ്വെന്റ് എന്ന് പറഞ്ഞാൽ അറൈവൽ, ആരെങ്കിലൊക്കെ എത്തിച്ചേരുമ്പോൾ നല്ല അഡ്വെഞ്ചർ ആണെന്നുള്ള രീതിയിൽ ഓർത്തു വെക്കാം. അഡ്വെന്റ് ആണ് കേട്ടോ, അഡ്വെന്റ്. അടുത്തത് മെമോത്ത് ആണ്. മെമോത്ത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ? ഒരു വലിയൊരു ആനിമൽ ആണ് അല്ലെ? നമ്മുടെ എലിഫന്റിന്റെ ഒക്കെ ഒരു ടൈപ്പ്. അപ്പൊ എനോർമസ് ആയിട്ട്, എനോർമസ്, ഹ്യൂജ്, ജൈജാന്റിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. മാമത്ത് ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് എനോർമസ്, വളരെ വലുതായിട്ടാണ്. ഓക്കെ, അടുത്ത് നോക്കാം, സിൻഡിലേറ്റിംഗ്. സിൻഡിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പാർക്ലിംഗ് ആണ്, മിന്നുന്ന, തിളങ്ങുന്ന എന്നൊക്കെ ഒരു മീനിങ് ആണ് അല്ലെ? അപ്പൊ സിൻഡിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ദാറ്റ് സ്പാർക്ലിംഗ്, മിന്നുന്ന. സയന്റിസ്റ്റ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും നോക്കുക. സൈന്റ് എന്നൊക്കെ പോലെ അല്ലെ? അപ്പൊ സയന്റിസ്റ്റ് ഇങ്ങനെ നല്ലൊരു പ്രൊഫഷൻ ആണ്, വെട്ടിത്തിളങ്ങുന്ന, മിന്നുന്ന എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള ഒരു പ്രൊഫഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വെക്കാം. സ്പാർക്ലിംഗ് ആണ് കേട്ടോ. ഇനി സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വലിച്ചു നീട്ടുക, എക്സ്റ്റെൻഡ് ചെയ്യുക അല്ലെ? സ്ട്രെച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്റ്റെൻഡ് ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കാം, ലീത്തൽ. ലീത്തൽ എന്ന് പറഞ്ഞാൽ എന്താ? ഫെയ്റ്റൽ ആണ് കേട്ടോ. ലീത്തൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫെയ്റ്റൽ. ഫെയ്റ്റൽ എന്ന് പറഞ്ഞാൽ വളരെ മാരകമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള, മാരകമായിട്ടുള്ള അസുഖം വന്നു എന്നൊക്കെ പറയില്ലേ? അതേപോലെ ലീത്തൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഫെയ്റ്റൽ. പഠിച്ചു വെച്ചേക്ക. ലീത്തൽ എന്ന് പറഞ്ഞാൽ ഫെയ്റ്റൽ ആണ്. നെക്സ്റ്റ് നോക്കാം, മോർഡന്റ്. മോർഡന്റ് എന്ന് പറഞ്ഞാല് കോസ്റ്റിക് ആണ്. കോസ്റ്റിക്, ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നമ്മളൊരു തമാശ രീതിയിൽ ഒരാളെ ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാണ്, കളിയാക്കി, എന്നാൽ കൊള്ളേണ്ട രീതിയിൽ കൊള്ളിപ്പിച്ച് കളിയാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ എന്താ പറയാ? മോർഡന്റ് എന്ന് പറയാം. മോർഡന്റ് ഇറ്റ് മീൻസ് വാട്ട്? ഇറ്റ് മീൻസ് കോസ്റ്റിക്. നമുക്ക് വേണമെങ്കിൽ മൊരടൻ എന്ന് ഓർക്കാം അല്ലെ? മോർഡന്റ് എന്ന് പറയുമ്പോൾ മൊരടൻ, ചില ആൾക്കാരുണ്ടാവും മൊരടൻ സ്വഭാവം പോലെയൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ കളിയാക്കിയൊക്കെ പറയും അല്ലെ? അപ്പൊ അങ്ങനെ ഒന്ന് ഓർത്തു വെക്കാം. മോർഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റിക് എന്ന് പറഞ്ഞാൽ ക്രൂവൽ ആണ് അല്ലെ? ക്രൂവൽ ആൻഡ് ക്രിട്ടിസൈസിങ് ഇൻ എ ഹ്യൂമറസ് വേ ആണ് കേട്ടോ. ഓക്കെ, അടുത്ത് നോക്കാം, ചെറിഷ്. ചെറിഷ് എന്ന് പറഞ്ഞാല് ട്രഷർ ആണ്, അല്ലെങ്കിൽ വളരെ ഹാപ്പി ആവുക, ചെറിഷ് ചെയ്യുക. ട്രഷർ അല്ലെങ്കിൽ ഹാപ്പി ആവുക എന്നൊക്കെ ഒരു മീനിങ് ആണ് ചെറിഷ് കേട്ടോ, ചെറിഷ്. അടുത്തത് റെപ്രിമെന്റ് ആണ്. റെപ്രിമെന്റ് എന്ന് പറഞ്ഞാൽ റെബ്യൂക്ക് ആണ്. റെബ്യൂക്ക് നമ്മൾ പല ക്ലാസ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ്. റെബ്യൂക്ക് എന്ന് പറഞ്ഞാൽ എന്താ? സ്കോൾഡ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിട്ടിസൈസ് ചെയ്യുക, അല്ലെങ്കിൽ വിറ്റുപ്പറേറ്റ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലെ?
ഓക്കെ, അപ്പൊ അതാണ് റെബ്യൂക്ക് എന്ന് പറഞ്ഞാല്. അപ്പൊ റെബ്യൂക്ക് എന്ന് പറഞ്ഞാല് സ്കോൾഡ് ചെയ്യുക, റീ ബുക്ക് എന്നുള്ള രീതിയിൽ ഓർക്കാം അല്ലെ. നമ്മൾ ഒരു പ്രാവശ്യം ബുക്ക് ചെയ്തിട്ട് വീണ്ടും വീണ്ടും നമ്മൾ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആരെങ്കിലൊക്കെ നമ്മളെ വന്ന് ചീത്ത പറയും, സ്കോൾഡ് ചെയ്യും എന്ന് ഓർക്കാം. അപ്പൊ റെബ്യൂക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് സ്കോൾഡ് ആണ്. അതേ മീനിങ് ആണ് റെപ്രിമെന്റ്. ഓക്കെ, അതൊന്ന് പറഞ്ഞു തന്നെ പഠിക്കുക. റെപ്രിമെന്റ് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല കോഡ്സ് കിട്ടുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. റെപ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെബ്യൂക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? സ്കോൾഡ് ചെയ്യുക. വേറൊരു വേർഡ് ഉണ്ടല്ലോ ക്രിട്ടിസൈസ് ചെയ്യുക, സ്കോൾഡ് ചെയ്യാനൊക്കെ നമ്മൾ പറയുന്നത് എന്താണ്? വിറ്റുപ്രേറ്റ്. PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിറ്റുപ്രേറ്റ്, വിറ്റും പെറുക്കിയൊക്കെ കഴിയുമ്പോൾ ആൾക്കാർ നമ്മളെ സ്കോൾഡ് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വയ്ക്കാം. ഓക്കെ, അടുത്ത് നോക്കാം ആഡിൽ. ആഡിൽ എന്ന് പറഞ്ഞാൽ കൺഫ്യൂസ് ആണ്. ആഡിൽ പോലെ തന്നെ ഒരു വേർഡ് ഉണ്ട് മഡിൽ എന്ന് പറഞ്ഞിട്ട്. മഡിൽ എന്ന് പറഞ്ഞാലും ആഡിൽ എന്ന് പറഞ്ഞാലും കൺഫ്യൂസ് ആണ് അല്ലെ. ഇപ്പൊ വലിയ വലിയ വാക്കുകൾ തന്നിട്ട് നമ്മളോട് ആഡ് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും, മൈൻഡിലൊക്കെ ആഡ് ചെയ്യാൻ പറയുമ്പോൾ കേട്ടോ. അപ്പൊ ആഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കൺഫ്യൂസ് ആണ്. അപ്പൊ നമുക്ക് ഈ 10 വാക്കുകൾ ഒന്നും കൂടെ നോക്കാം. സീംലെസ്, വേഗം പറ. സീംലെസ് എന്ന് പറഞ്ഞാൽ ഫ്ലോലെസ്, സ്മൂത്ത് ആൻഡ് കണ്ടിന്യൂസ് അല്ലെ, നല്ല സ്മൂത്ത് കണ്ടിന്യൂസ് ആയിട്ട്. അഡ്വെന്റ് എന്ന് പറഞ്ഞാൽ അറൈവൽ, അഡ്വെഞ്ചറസ് അല്ലെങ്കിൽ അഡ്വെഞ്ചർ എന്നുള്ള രീതിയിൽ ഓർക്കാം. ആരെങ്കിലൊക്കെ വന്നു കഴിയുമ്പോൾ, അറൈവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വീഗാലാൻഡോ അല്ലെങ്കിൽ വണ്ടർലയിലൊക്കെ നമ്മൾ അറൈവ് ചെയ്ത് കഴിയുമ്പോൾ, നമ്മൾ എത്തിക്കഴിയുമ്പോൾ നല്ല അഡ്വെഞ്ചറസ് ആയിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ ഓർത്തു വെക്കാം. മെമത്ത് എന്ന് പറഞ്ഞാൽ എനോർമസ് ആണ്. മെമത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് എനോർമസ്, വളരെ വലിയ, ഹ്യൂജ് ആയിട്ടുള്ള, ജൈജാന്റിക് ആയിട്ടുള്ള. സിൻറ്റിലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സ്പാർക്ലിംഗ് ആണ്, മിന്നുന്ന, സയന്റിസ്റ്റ് എന്നൊക്കെ ഓർക്കാം. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ആണ്. ലീത്തൽ എന്ന് പറഞ്ഞാൽ ഫേറ്റൽ ആണ്. മോർഡന്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഹ്യൂമറസ് വേയില് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യുക. ചെറിഷ് എന്ന് പറഞ്ഞാൽ ട്രഷർ ആണ്. റെപ്രിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? റിബ്യൂക്ക് ആണ്. റിബ്യൂക്ക് ഇറ്റ് മീൻസ് സ്കോൾഡ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുക, വിറ്റുപ്രേറ്റ് അല്ലെ. നമുക്കറിയാവുന്ന വാക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ആഡിൽ അല്ലെങ്കിൽ മഡിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കൺഫ്യൂസ്. ഓക്കെ, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, മൈൻഡിൽ ആഡ് ചെയ്യാനൊക്കെ പറയുമ്പോൾ നമ്മൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും എന്നുള്ള രീതിയിൽ ഓർത്തു വെക്കുക. ഓക്കെ, ഒരു കാര്യം കൂടെ പറഞ്ഞേക്കട്ടെ. നമുക്ക് ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിന് ഒരു ആപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ക്രാഷ് കോഴ്സ് ചെയ്യുന്നുണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ്, 30 ഡേയ്സിന്റെ ക്രാഷ് കോഴ്സ് ആണ്. അപ്പൊ അതിൽ ഇംഗ്ലീഷ്, മലയാളം, കറണ്ട് അഫയേഴ്സ് കൂടിയിട്ട് 999 റുപ്പീസ് ആണ് പേയ്മെന്റ് വരുന്നത് കേട്ടോ. 3 സബ്ജക്ട്സ് കൂടിയിട്ടുള്ളത്. പറ്റുന്ന രീതിയിൽ കോഡ്സും കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ക്ലാസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത നിങ്ങൾക്കായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. നമ്മൾ പഠിച്ചിട്ടുള്ള ഈ 20 വേർഡ്സ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സ്റ്റ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 20 വേർഡ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ തന്നെ സെക്കൻഡ് പാർട്ട് തീർച്ചയായിട്ടും വേണമെങ്കിൽ വേഗം കമന്റ് ചെയ്യാം. നമുക്ക് ഇതിന്റെ തന്നെ സെക്കൻഡും തേർഡും ഫുൾ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സീരീസ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഓൾ.